രഘുവിന്റെ ആവശ്യത്തിന് വേണ്ടി സ്വർണം പണയം വെക്കുമ്പോൾ മഞ്ചാടിക്ക് അവകാശപ്പെട്ട സ്വർണം അതിനുവേണ്ടി ഉപയോഗിക്കണ്ട എന്ന് എനിക്ക് തോന്നി. അവൾക്കുള്ളത് മാറ്റിവെച്ച് ബാക്കിയുള്ള സ്വർണം കുര്യന് നൽകി 25 ലക്ഷം രൂപ വാങ്ങാനായിരുന്നു എന്റെ തീരുമാനം. അതിന്റെ കൂടെ 1 പവനോളം വരുന്ന ഈ സ്വർണമാല കൂടി ഞാൻ എടുത്തത് എന്റെ ലച്ചുമോൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അമ്പിളിയും രഘുവും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നീട് മറക്കാതിരിക്കാൻ ഞാനത് അവരുടെ മുറിയിലേക്ക് ഇടയ്ക്കിടയിൽ വെച്ചു. ഞാൻ മറന്നാലും അവർ വന്ന് നോക്കുമ്പോൾ അത് കാണുമല്ലോ. അമ്പിളി, ഈ മാല മോളുടെ കഴുത്തിലേക്ക് ഇട്ടേക്ക്. വേണ്ടച്ച, എന്റെ മോൾക്കിത് വേണ്ട. നാളെ ഇതിനും തർക്കം വരും. അമ്പിളിയുടെ മകളെ പോലെയല്ലേ ഞങ്ങളുടെ മക്കളും എന്ന് അച്ഛന് നേരെ ചോദ്യം വരും. എന്തിനാ വെറുതെ എന്റെ മോള് കാരണം അച്ഛൻ ധർമ്മസങ്കടത്തിലാവുന്നേ? ശരി, ഇതൊക്കെ നിങ്ങളുടെ അമ്മയുടെ സ്വത്തായതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? എന്റെ പേരക്കുട്ടികൾക്കിനി എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഞാൻ കൊടുത്തോളാം. നിനക്ക് ഈ മാലയുടെ കാര്യത്തിലുള്ള സംശയം തീർന്നില്ലേ? തീർന്നു. എന്ന് വെച്ച് സരോജിനി ആന്റിയോട് മാപ്പ് ചോദിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എന്റെ വല്യേച്ചിക്ക് എന്നെ സംശയിക്കാമെങ്കിൽ എനിക്ക് സരോജിനി ആന്റിയെ സംശയിക്കാം. കഷ്ടപ്പാടിലും അഭിമാനം പണയം വെക്കാതെ ജീവിക്കുന്നവർക്ക് കഴുത്തിൽ കയറ് വീഴുന്നതിന് തുല്യ കള്ളിയാക്കപ്പെടുന്നത്. ഈ കുടുംബത്തിൽ വെച്ച് ഇങ്ങനൊരു വേദന സരോജിനിക്ക് തന്ന എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സരോജിനോട് മാപ്പ് ചോദിക്കുന്നു. അയ്യോ മാഷെ, മാപ്പ്. അയ്യോ എന്റെ ദൈവമേ. ആന്റി കരയല്ലേ? ആന്റി പെട്ടെന്ന് സ്കൂളിലേക്ക് ചെല്ല്. അവിടെ കുഞ്ഞിനെയും കൊണ്ട് ടീച്ചർ വെയിറ്റ് ചെയ്യായിരിക്കും. ശരി മോളെ, ഞാൻ പോവാം.